ഹേയ് ഗായ്സ്, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വപ്നങ്ങളുടെ അർത്ഥങ്ങളെ കുറിച്ചിട്ട്. സ്വപ്നം കാണുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ഫാസിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അത് നമുക്ക് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള മെസ്സേജസ് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആളുകൾ കോമൺ ആയിട്ട് കാണുന്ന ചില സ്വപ്നങ്ങളും ആൻഡ് അതിൻ്റെ അർത്ഥങ്ങളുമാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ മീനിങ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എന്തുകൊണ്ട് നമ്മളിങ്ങനെ നമ്മളുടെ സ്വപ്നങ്ങളെ അനലൈസ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറഞ്ഞുതരാം. സ്വപ്നം എന്ന് പറയുന്നത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു വിൻഡോ പോലെയാണ്. നമുക്ക് നമ്മളുടെ പേടി, ഇമോഷൻസ്, ഡിസയേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് നൽകുകയാണ് ഡ്രീംസ് ചെയ്യുന്നത്. സോ ഈ ഡ്രീംസൊക്കെ നൽകുന്ന മെസ്സേജസ് ഇഗ്നോർ ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഇനി ഓരോ സ്പെസിഫിക് ഡ്രീംസിലേക്ക് പോകാം. നമ്പർ 1, ഫ്ലൈയിങ് ഡ്രീംസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്തിലൂടെ പറക്കുന്നതായിട്ട്, വെയ്റ്റ്ലെസ് ആയിട്ട് ഫ്രീ ആയി പറന്ന് നടക്കുന്നത് പോലെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡ്രീമാണ്. ആൻഡ് ഇത് സിംബലൈസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യമാണ്, ലിബറേഷൻ, ഫ്രീഡം ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. നമുക്ക് ലൈഫിൽ ചലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ വരുമെങ്കിലും അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് ഈ ഫ്ലൈയിങ് ഡ്രീംസ് മീൻ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി എ പോസിറ്റീവ് ഡ്രീം. നമ്പർ 2, ഫാളിംഗ് ഡ്രീംസ്. ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഇത് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡ്രീമാണ്, ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജാണ് ഇത് നൽകുന്നത്. സ്വപ്നത്തിൽ നമ്മൾ വീഴുന്നത് സിംപലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്നു, ഫെയിൽ ആവുമോ എന്നുള്ള പേടി, സപ്പോർട്ട് ഇല്ലായ്മ, ഇതൊക്കെയാണ്. നിങ്ങളുടെ ആൻസൈറ്റിയുടെയും ലൈഫിലൊന്ന് സ്റ്റേബിൾ ആവാനും ഒക്കെയുള്ള നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ഒക്കെ ഒരു റിഫ്ലക്ഷനാണിത്. സോ ഇത് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് കണ്ടെത്താനും അത് ഓവർകം ചെയ്യാനുള്ള ആക്ഷൻസ് എടുക്കാനും ആൻഡ് വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാനുമൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് പേഴ്സണലി ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ റൂട്ടീൻസ് സെറ്റാക്കിയാൽ മതി, പ്രത്യേകിച്ച് രാവിലത്തെ ശീലങ്ങൾ. സോ ഈ രാവിലത്തെ റൂട്ടീൻസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്ന് പറഞ്ഞു തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ് ദ മിറാക്കിൾ മോർണിംഗ്. ആൻഡ് ഇതിൻ്റെ ഓഡിയോ ബുക്ക് കുക്കു FM അവൈലബിൾ ആണ്. സോ കുക്കു FM ഇതുപോലെ ഒരുപാട് ഓഡിയോ ബുക്സ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ 50% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് നമ്മളുടെ സ്പെഷ്യൽ കൂപ്പൺ കോഡായിട്ടുള്ള MEF50 എന്നത് യൂസ് ചെയ്യുക. 25 ലക്ഷത്തിന് മുകളിൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. സോ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക, പുതിയ അറിവുകൾ നേടുക ആൻഡ് ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സോ ബാക്ക് ടു വീഡിയോ. നമ്പർ 3, ടീത്ത് ഫാളിംഗ് ഔട്ട് ഡ്രീംസ്. പല്ല് പോകുന്നത് സ്വപ്നം കാണുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡ്രീമാണ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പവർ നഷ്ടപ്പെടുന്നു, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു ആൻഡ് വയസ്സാകുന്നു എന്നുള്ള പേടി, ഇതിനൊക്കെയാണ്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിനെയും ആൻഡ് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയെയും ഇത് കാണിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സ്വപ്നത്തിൻ്റെ കോണ്ടെക്സ്റ്റ് ശ്രദ്ധിക്കുക, അതിലെ സാഹചര്യം എന്താണെന്ന് നോക്കുക ആൻഡ് ദെൻ അതിനനുസരിച്ച് ലൈഫിൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. നമ്പർ 4, ബീയിങ് ചേസ്ഡ് ഡ്രീംസ്. നിങ്ങൾ ആരെങ്കിലും ചേസ് ചെയ്യുന്നതായിട്ട് ഡ്രീം ചെയ്തിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ പിന്തുടരുന്നതായിട്ട്? ഇത് ഭയങ്കര പേടിയും ആൻസൈറ്റിയും സ്ട്രോങ് ഇമോഷൻസ് ഉണ്ടാക്കുന്ന സ്വപ്നമാണ്. ആൻഡ് ഇത് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈഫിൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങളോർത്ത് ഭയങ്കര ഓവർവീമിംഗ് ആണ്, സ്ട്രെസ്ഡ് ആണ്, ഇതൊക്കെയാണ്. ഈ ഡ്രീമിന് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം ആൻഡ് എന്താണ് നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ കാരണം എന്ന് കണ്ടെത്തുകയും ആൻഡ് അത് സോൾവ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുകയും വേണം. നമ്പർ 5, വാട്ടർ ഡ്രീംസ്. സോ ഈ വെള്ളം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡ്രീംസ് പല ഫോംസിൽ വരാം. ചിലപ്പോൾ കാം ആയിട്ടുള്ള കടലാവാം, അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള തിരമാലകളാവാം, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതും ആകാം. സോ ഈ വെള്ളം സിംബലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെയാണ് ആൻഡ് ഈ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം സ്വപ്നം കാണുമ്പോൾ അതിൻ്റെ ഫോം നിങ്ങൾ നോക്കുക. നിങ്ങൾ വളരെ ശാന്തമായിട്ട് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാണോ, അതോ വെള്ളത്തിൽ നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണോ എന്നൊക്കെ. സോ ഈ സ്വപ്നങ്ങളെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും ആൻഡ് ഒരു ബാലൻസ് കൊണ്ടുവരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. നമ്പർ 6, ബീയിങ് നേക്കഡ് ഇൻ പബ്ലിക്. ഇത് കുറച്ച് എംബാരസിങ് ആയിട്ടുള്ള ഒരു ഡ്രീമാണ്. പബ്ലിക്കിൽ നമ്മളിങ്ങനെ നേക്കഡായിട്ട് നിൽക്കുക. ഇത് ആക്ച്വലി നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള പേടിയാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല എന്നും ആൻഡ് നിങ്ങളൊട്ടും ഒതൻറ്റിക് ആവുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ്. സോ ഈ ഡ്രീം നിങ്ങളുടെ സെൽഫ് ഇമേജിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക ആൻഡ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് കുറേയൊക്കെ നിർത്തുക. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി. നമ്പർ 7,
എക്സാം ഡ്രീംസ്. എക്സാംസ് സ്വപ്നം കാണുന്നത് മെയിനായിട്ട് സ്റ്റുഡൻസ് ആണ് ആൻഡ് ലൈഫിൽ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നവരും. ഇത് നിങ്ങളുടെ ആൻസൈറ്റി, ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഒരു നീഡ് ഓഫ് വാലിഡേഷൻ ഇതിനൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. സോ ഇതിനെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ കാരണം കണ്ടെത്താനും ആൻഡ് അത് ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ഇനി ബോണസായിട്ട് ഞാൻ ലൂസിഡ് ഡ്രീമിംഗ് എന്താണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്വബോധത്തോടെ സ്വപ്നം കാണുക അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുന്നത്. നോർമലി സ്വപ്നങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കുമല്ലോ വരിക ആൻഡ് എന്താണ് സ്വപ്നത്തിൽ വരിക എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ലൂസിഡ് ഡ്രീമിംഗ് എന്നാൽ എന്താണോ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ആഗ്രഹമുള്ളത് അത് റിയൽ ആയിട്ട് സ്വപ്നം കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വപ്നത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്താ പറയുക, ക്രിയേറ്റിവിറ്റിയുടെ ഒരു പുതിയ പ്ലേ ഗ്രൗണ്ട് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്കിനി ലൂസിഡ് ഡ്രീമിംഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.